മകനെതിരെയുള്ള കഞ്ചാവ് കേസിൽ യു പ്രതിഭ എംഎൽഎയുടെ മൊഴി രേഖപ്പെടുത്തിയ എക്സൈസ്. ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാറാണ് യു പ്രതിഭയുടെയും മകന്റെയും മൊഴി രേഖപ്പെടുത്തിയത്. മകനെ എക്സൈസ് സംഘം ദേഹോദ്രവം ഏൽപ്പിച്ചെന്നും ഭയന്നാണ് മകൻ കുറ്റം സമ്മതിച്ചതെന്ന് യു പ്രതിഭ മൊഴി നൽകി. എംഎൽഎ നൽകിയ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ ചേരുന്നു. മനീഷ്, യു പ്രതിഭ എംഎൽഎയുടെ ആ പരാതിയിൽ അസാധാരണമാവണ്ണം വേഗത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. നല്ല കാര്യം മനീഷ്. എന്താണെങ്കിലും ഹാഷ്മി, ഇന്നലെ രാത്രിയിലാണ് എക്സൈസ് സംഘം യു പ്രതിഭയുടെ തകഴിയിലെ വീട്ടിലെത്തി മകൻ കനിവിന്റെയും യു പ്രതിഭയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. ആദ്യം ഇത് സംബന്ധിച്ച് പാർട്ടിക്കും വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. പിന്നീട് പക്ഷേ ഈ എക്സൈസ് കേസെടുത്തതിലെ ചില പ്രശ്നങ്ങൾ, അതായത് കൃത്യമായ നടപടികൾ പാലിക്കാതെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന അടക്കമാണ് ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ഈ മൊഴിയിൽ നിലവിൽ യു പ്രതിഭ പറയുന്നത് തന്നെ മകനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. അതായത് 1ഉം 2ഉം പ്രതികളുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്, തന്റെ മകന്റെ പക്കൽ നിന്നല്ല. മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിന് കേസെടുത്തിട്ടുണ്ട്, കൈവശം വെച്ചതും കേസെടുത്തിട്ടുണ്ട്. പക്ഷേ കഞ്ചാവ് ഉപയോഗിച്ചതിന് ശാസ്ത്രീയമായ ഒരു മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല എന്ന് യു പ്രതിഭ പറയുന്നു. ഒപ്പം തന്നെ ഈ ദേഹോദ്രവം ഭയന്നാണ് താൻ ഈ കഞ്ചാവ് ഉപയോഗിച്ചതെന്ന് മകൻ കുറ്റസമ്മതം നടത്തിയത്. മകന്റെ കൈവശം നിന്ന് കഞ്ചാവ് കണ്ടെത്താത്ത സാഹചര്യത്തിലും കസ്റ്റഡിയിൽ, അതായത് എക്സൈസിന്റെ സ്റ്റേഷനിൽ ഈ മകനെ പിടിച്ചു വെച്ചു തുടങ്ങിയിട്ടുള്ള ഗുരുതര ആരോപണം ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ പ്രതിഭ ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയത് തന്റെ മകനെ എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലും ഇല്ല എന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ആദ്യം നടത്തിയിരുന്നത്. എന്താണെങ്കിലും ഈ വിഷയം ബന്ധപ്പെട്ട് എന്താണെങ്കിലും സർക്കാർ ഈ എക്സൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയാണ്. ഇതിന് ബന്ധപ്പെട്ട് അടുത്ത 28-ന് ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കുട്ടനാട് റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാറിനോടും ഒപ്പം തന്നെ കുട്ടനാട് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ജയരാജിനോടും നേരിട്ട് ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അടുത്ത നാളെയോ മറ്റന്നാളോ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് കൈമാറും. മനീഷ് മഹിപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.